ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഡീകോഡിലേക്ക് സ്വാഗതം. ഇന്ന് മാക് പ്ലാറ്റ്ഫോമിൽ വിർച്വൽ മെഷീനിലൂടെ വിൻഡോസ് 7 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലോഞ്ച് പാഡ് ഓപ്പൺ ചെയ്ത് VMware ഓപ്പൺ ചെയ്യുക. VMware ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ചെന്ന് പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇൻസ്റ്റാൾ ഫ്രം ഡിസ്ക് ഓർ ഇമേജ് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കും. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ VMwareൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസ്ക് ഇമേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ആ ഡിസ്ക് ഇമേജ് നിങ്ങൾക്ക് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വിൻഡോസ് 7 ആണ്. നിങ്ങൾക്ക് ഏത് ഇമേജ് ഫയൽ വേണമെങ്കിലും ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഞാൻ എൻ്റെ ഡിസ്ക് ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. യൂസ് അനദർ ഡിസ്ക് ഓർ ഡിസ്ക് ഇമേജ് എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ എൻ്റെ ഡിസ്ക് ഇമേജ് ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വിൻഡോസ് 7 ആയതുകൊണ്ട് അല്ലെങ്കിൽ 10 ആയിരുന്നാലും ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നെയിം, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അക്കൗണ്ട് നെയിം ഇവിടെ ചോദിക്കും. ഈ അക്കൗണ്ട് നെയിം ആയിരിക്കും നിങ്ങളുടെ ലോഗിൻ സ്ക്രീനിൽ വരുന്നത്. പിന്നെ പാസ്വേഡാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ പാസ്വേഡ് കൊടുക്കുന്നില്ല. പിന്നെ എൻ്റെ വിൻഡോസിൻ്റെ വേർഷൻ ഞാനിവിടെ സെലക്ട് കൊടുക്കും. എനിക്കിപ്പോൾ വേണ്ടത് വിൻഡോസ് 7 പ്രൊഫഷണലാണ്. സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്താൽ പ്രോഡക്റ്റ് കീ ചോദിക്കുന്നുണ്ട്. വിൻഡോസ് 7ൻ്റെ പ്രോഡക്റ്റ് കീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് കീ ഇല്ല. ഞാൻ കണ്ടിന്യൂ വിത്തൗട്ട് പ്രോഡക്റ്റ് കീ എന്ന് പറയുന്ന ആ ടാബ് ക്ലിക്ക് ചെയ്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇതിൽ മോർ സീംലെസ്സും മോർ ഐസൊലേറ്റഡും അങ്ങനെ 2 ഓപ്ഷൻ തരുന്നുണ്ട്. ഇതിൽ മോർ സീംലെസ് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന വിൻഡോയിൽ നിങ്ങൾ കസ്റ്റമൈസ് സെറ്റിംഗ് എന്ന് പറയുന്ന ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ആ വർക്ക് സേവ് ആകാൻ വേണ്ടി ഒരു പേര് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ വിൻഡോസ് 7 എന്ന് പറയുന്ന പേര് കൊടുത്തിട്ട് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഡീഫോൾട്ടായിട്ട് വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞ ഒരു ഡീഫോൾട്ട് ഫോൾഡർ നമ്മുടെ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അവിടെ തന്നെയാണ് അത് സേവ് ആവേണ്ടത്. സേവ് കൊടുക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളുടെ പ്രോസസ്സർ ആദ്യം സെലക്ട് ചെയ്യുക. പ്രോസസ്സർ 2 core ആക്കി കൊടുക്കുക. മെമ്മറി ഞാനിപ്പോൾ 2 GB സെലക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഷോ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക. 3D ആക്സിലറേറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഇതിൽ 3D സപ്പോർട്ട് ചെയ്യില്ല എങ്കിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗ്രാഫിക് മെമ്മറി 256 ആണ്. നിങ്ങൾക്ക് എത്ര ഗ്രാഫിക് മെമ്മറി ഉണ്ടോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ നിങ്ങളുടെ വിൻഡോസിൻ്റെ വർക്ക് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. കൂടുതൽ ഗ്രാഫിക് ഉണ്ടെങ്കിൽ വിൻഡോ വർക്ക് ചെയ്യാൻ നല്ല സ്മൂത്തായിരിക്കും. വീണ്ടും ഷോ ആളിൽ പോകുന്നു. എൻ്റെ ഹാർഡ് ഡിസ്ക് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ 60 GB ഡീഫോൾട്ടായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഞാനത് 20 ആക്കി കൊടുക്കുന്നു. അപ്ലൈ. ഷോ ഈ വിൻഡോ ഞാൻ ക്ലോസ് ചെയ്യുന്നു. പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വിൻഡോസ് നമ്മൾ സെലക്ട് ചെയ്ത ഇമേജ് ഇവിടെ കോപ്പി ആവുന്നുണ്ട്. കോപ്പിയായി ആ ഫയൽ നമ്മുടെ VMwareലോട്ട് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ വിൻഡോസ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്താലും വളരെ വ്യത്യാസമൊന്നും വരില്ല. ആ ഇൻ്റർഫേസിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓപ്ഷൻസും നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആ മെത്തേഡും എല്ലാം ഇത് തന്നെയാണ്. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നാലും നമ്മൾ VMwareോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വിർച്വൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ്റർഫേസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഒരുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഇതേ മെത്തേഡ് തന്നെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും VMware ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. വിൻഡോസ് 10ൽ VMware എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. VMware എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
VMware അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള ആ ലിങ്കും ആ വീഡിയോയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. വിർച്വൽ മെഷീൻ VMware ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിൻഡോസ് 7 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.